الشيطان الرجيم بسم الله الرحمن الرحيم ആരാണ് നിന്റെ ടീമില്? നീ അവിടെ പോയി പഠിച്ചു. الحمدلله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ത്വരീഖുൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി, അതാണ് നമ്മൾ ഇന്നത്തെ ഹദീസിൽ പറയുന്ന ആശയം. അൻ അബി അബ്ദില്ലാഹി ജാബിർ ഇബ്നു അബ്ദില്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹുമാ അന്ന റജുലൻ സഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നു, അന്ന റജുലൻ, ഒരു മനുഷ്യൻ, സഅല, അവൻ ചോദിച്ചു, റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. സാഹിദിന് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കാണുന്നില്ലേ? നെറ്റിന്റെ പ്രശ്നമുണ്ടോ? ഓക്കെ. ഫഖാൽ, അദ്ദേഹം പറയുകയാണ്, അറഅയ്ത, നബിയെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇദാ സ്വല്ലൈത്തുൽ മക്തൂബാത്ത്, ഞാൻ മക്തൂബായ 5 നേരത്തെ ഫർളാക്കപ്പെട്ട നിസ്കാരം നിസ്കരിക്കുകയാണ്. വസുംതു റമളാൻ, റമളാൻ മാസം ഞാൻ നോമ്പ് എടുക്കുകയും ചെയ്യുകയാണ്. വ അഹ്ലൽതുൽ ഹലാല, ഹലാലായ കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ എടുക്കുകയും ചെയ്യാം. വഹറംതുൽ ഹറാമ, ഹറാമായ കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്യാണ്. വലം അസിദ്, ഞാൻ വർദ്ധിപ്പിക്കുന്നില്ല, അലാ ദാലിക, ഇതിനേക്കാൾ, ഷൈഅൻ, ഒന്നിനെയും വർദ്ധിപ്പിക്കുന്നില്ല. നബിയെ, ഞാൻ 5 നേരം നിസ്കരിക്കുകയും റമളാനിൽ നോമ്പ് നോക്കുകയും അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കുകയും ചെയ്യുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ ഞാനൊന്നും ചെയ്യുന്നില്ല. അദ്ഖുലുൽ ജന്നത്ത, നബിയെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? ചോദ്യം ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എന്തായിരിക്കും മറുപടി? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, നഅം, അതെ, നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു, വാപ്പയും സ്വഹാബിയാണ്, മകനും സ്വഹാബിയാണ്. 18 പോരാട്ടങ്ങളിൽ നബിതങ്ങളോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. ബദറിലും ഉഹുദിലും പങ്കെടുത്തിട്ടില്ല. വാപ്പ പോണ്ടെന്ന് പറഞ്ഞു. വാപ്പ യുദ്ധത്തിന് പോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പ മരണപ്പെട്ടു. അങ്ങനെ പിന്നെ ഒരു പോരാട്ടങ്ങൾക്കും ഒരു യുദ്ധങ്ങൾക്കും അദ്ദേഹം വൈകിയിട്ടില്ല. മദീനയിൽ വെച്ച് അവസാനം വഫാത്തായ സ്വഹാബിയാണ്. തൊണ്ണൂറ്റിനാല് വയസ്സ് വരെ ജീവിച്ചു. ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠങ്ങൾ: ഒരാൾ വാജിബായ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നു, ഹറാമുകൾ ഒഴിവാക്കി, സ്വർഗത്തിൽ കടന്നു. 5 നേരത്തെ നിസ്കാരത്തിനും വളരെ പ്രാധാന്യമുണ്ട് എന്നത് കാണിക്കുകയാണ്. ഫർളുകളാണ് നമ്മൾ സുന്നത്തിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ടത്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഫർളുകളാണ് സുന്നത്തുകളേക്കാൾ കൂടുതൽ മുന്തിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. സുന്നത്തുകൾ ഉപേക്ഷിച്ചാൽ അത് അവന് കുഴപ്പം പറ്റും എന്നില്ല. പക്ഷെ നിസ്സാരമാക്കരുത്. ആ സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കിയിട്ട് ഉപേക്ഷിക്കരുത്. ഏറ്റവും നല്ലത് രണ്ടും ചെയ്യാനാണ്, ഫർളും ചെയ്യുക, സുന്നത്തും ചെയ്യുക. അതുപോലെ ഇസ്ലാമിൽ ഒരു ബലാത്കാരമോ ഒരു പ്രയാസപ്പെടുത്തലോ
ഒരു ഇടങ്ങേറാക്കലോ ഇല്ല എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്വഹാബത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രത്യേകം താല്പര്യമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ഹദീസിലൂടെ കാണിച്ചു തരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഹദീസ് ഓക്കെ അല്ലേ? ബഷീർക്ക ക്ലിയർ അല്ലേ? ബഷീർക്ക് എന്തോന്ന് പറയാത്ത മെസ്സേജ് അയക്കും. യെസ്, അടുത്തത് അൻ അബി മാലിക്കിൻ അൽ ഹാരിസ് ഇബ്നു ആസിം അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത്തുഹൂറു ശുദ്ധി വരുത്തൽ, ശത്രുൽ ഈമാൻ ഈമാനിന്റെ പകുതിയാണ്. ശുദ്ധിയുള്ള അവസ്ഥയിൽ എപ്പോഴും ഉണ്ടാവൽ അത് ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നുള്ളത് തംലഉൽ മീസാൻ, അത് നമ്മുടെ തുലാസിൽ കനം നിറക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ തംലഉൽ മീസാൻ, അത് നമ്മുടെ മീസാൻ, നാളെ മഹ്ശറിൽ നമ്മുടെ അമലുകളൊക്കെ തൂക്കി നോക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിൻ്റെ തട്ടിനെ നിറക്കും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് എന്നുള്ളത് തംലആനി, അവ രണ്ടും നിറക്കും. ഔ തംലഉ, അല്ലെങ്കിൽ ആ ദിക്ർ നിറക്കും. മാ ബൈനസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ളതിനെ നിറക്കും. അത്രയും മഹത്വമുള്ള ദിക്റാണ്. സ്വലാത്തു നൂറുൻ, നിസ്കാരം പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാനുൻ, സ്വതക്ക ചെയ്യൽ അത് തെളിവാണ്. വസ്സബ്റു ദിയാഉൻ, ക്ഷമ കാണിച്ച് ജീവിക്കൽ അത് വളരെ വലിയ വെളിച്ചമാണ്. വൽ ഖുർആനു, ഖുർആൻ ഹുജ്ജത്തുൻ ലക, നിനക്ക് അനുകൂലമായ ഒരു രേഖയാണ്, തെളിവാണ്. ഔ അലൈക, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായ ഒരു തെളിവാണ്. ഖുർആൻ കൊണ്ട് നിനക്ക് നന്നാവാനും പറ്റും, അത് ഖുർആൻ നിനക്ക് അനുകൂലമായും ഒരു തെളിവാകും, അത് പ്രതികൂലമായും നിൽക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. കുല്ലുന്നാസ്, മുഴുവൻ ജനങ്ങളും, യഹുദു, അവർ പ്രഭാതത്തിലാകുന്നു. ഫബാഇഉൻ നഫ്സഹു, അവൻ അവൻ്റെ ശരീരത്തെ വിൽക്കുകയും ചെയ്യുന്നു. ഒന്നിരിക്ക അള്ളാഹുവിന് വിൽക്കുന്നു, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവൻ പറഞ്ഞതനുസരിച്ച് നടക്കുന്നു. അല്ലെങ്കിൽ ശൈത്താനിന് വേണ്ടി വിൽക്കുന്നു, എന്നാൽ ശൈത്താൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പഴച്ച കാര്യങ്ങൾ അവൻ ചെയ്തു നോക്കുന്നു. അങ്ങനെ ഫമുഅ്തിഖുഹാ, അങ്ങനെ അള്ളാഹുവിനോട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ ശരീരത്തെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും. ഔ മൂബിക്കുക, അല്ലെങ്കിൽ അവൻ അവൻ്റെ ശരീരത്തെ നശിപ്പിക്കും. ശൈത്താൻ പറഞ്ഞു കേട്ട് ശൈത്താനിന് വേണ്ടി ശരീരം വിറ്റിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ ശരീരത്തെ നശിപ്പിക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? റാഷിദ, സാഹിദ്, ബഷീർക്ക, ഇടക്കിടക്ക് ഇങ്ങനെ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലന്നെ. ലെവലാണല്ലോ, സലാത്തുകൾ ഇങ്ങനെ ചൊല്ലുക, നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക, ക്ഷമ കൈകൊള്ളുക, ഖുർആൻ ഓതുക, ഖുർആൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിക്കുക. അപ്പോൾ നമുക്കൊരുപാട് ഗുണങ്ങളും ഒരുപാട് അവസരങ്ങളും നമുക്ക് കിട്ടും. തുഹൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, കുളിക്കുക, നജസിനെ ശുദ്ധിയാക്കുക, വസ്ത്രവും ശരീരവും സ്ഥലമൊക്കെ ശുദ്ധിയാക്കുക.
നല്ല വസ്ത്രം ധരിക്കുക. പുതിയത് ധരിക്കുക എന്നല്ല, നല്ലത്, നല്ല വൃത്തിയിൽ അലക്കി കുളിച്ച് ഫ്രഷായിട്ട്, എപ്പോഴും ഫ്രഷായിട്ട് നടക്കുക. നജസൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നീക്കുക. അത് നിസ്കാരമാകുമ്പോൾ നീക്കിയാൽ പോരെ, അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ ശുദ്ധിയാക്കുക. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മീസാനിൻ്റെ തട്ടിന് നിറക്കും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, അതൊക്കെ നല്ലൊരു ദിക്റാണ്. ആകാശഭൂമികൾ ഇടയിലുള്ള അത്രയും മഹത്വം നിറഞ്ഞ ദിക്ർ, അത് അത്രയും സ്ഥലത്ത് നടക്കും എന്ന് പറഞ്ഞാൽ അത്രയും പ്രദേശത്തായിരിക്കും അതിൻ്റെ കൂരിൻ്റെ വണ്ണം. നിസ്കാരം പ്രകാശമാണെന്ന് പറഞ്ഞാൽ മുഅ്മിനിൻ്റെ ഹൃദയം പ്രകാശിക്കും, നിസ്കരിക്കുന്നവൻ്റെ ഹൃദയം പ്രകാശിക്കും. അതുപോലെ നാളെ പരലോകത്തു വെച്ച് ചില പ്രയാസങ്ങൾ ഉണ്ടാവും, അതിന് ഈ നിസ്കാരം അവന് വെളിച്ചം നൽകും. ആ സമയത്തുള്ള ഇരുട്ടുകൾക്ക് വെളിച്ചമായി അവൻ്റെ നിസ്കാരം ഉണ്ടാകും. നിസ്കാരം വളരെ കൃത്യമായി നമ്മൾ നിർവഹിക്കണം. പിന്നെ സ്വതക്കത്ത് ബുർഹാൻ, സ്വതക്ക കൊടുക്കുന്നത് ഈമാൻ ഉണ്ട്, ഈമാൻ, അവൻ സത്യസന്ധമായി ഈമാനുള്ള ആളാണെന്നുള്ളതിൻ്റെ അടയാളം. സദക്ക കൊടുക്കുന്നത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ. നമ്മൾ അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമ്പത്ത് നമ്മൾ കൊടുക്കുക, മറ്റൊരാൾക്ക് വെറുതെ കൊടുക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സ്വതക്ക കൊടുത്താൽ ഒരുപാട് നേട്ടമുണ്ട്, കൂലിയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അംഗീകരിച്ചുകൊണ്ട് ആ ഈമാൻ നമുക്ക് സജീവമായി ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഏത്? സ്വതക്ക കൊടുക്കുക, തെളിവാണ്. ക്ഷമ, ക്ഷമ എന്ന് പറഞ്ഞാൽ അത് മിയാഉൻ, അത് കടുത്ത പ്രകാശമാണ്, കട്ടിയുള്ള പ്രകാശം. അതെന്താ? അപ്പം നമുക്ക് വല്ല പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഇല്ലാതെയാകും. ശരീരത്തിനെ വിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കെ അള്ളാഹുവിനക്ക് സൽക്കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി വിൽക്കുന്നു, അല്ലെങ്കിൽ ശൈത്താനിന് വേണ്ടി വിൽക്കുന്നു, ശൈത്താൻ്റെ താല്പര്യത്തിന് വേണ്ടി. അതങ്ങനെ അള്ളാഹുവിന് ദോഷം ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ കോപം പിടിപ്പിച്ചുകൊണ്ട്. അപ്പം ദുനിയാവിലും ആഖിറത്തിലും അവൻ അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ശരീരം വെച്ചാൽ ദുനിയാവിൽ അവൻ അവൻ്റെ ശരീരത്തെ അപകടങ്ങളിൽ നിന്നും നിസാരപ്പെടുത്തലിൽ നിന്നും അവനൊന്നും വഷളാവില്ല. അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരം വിറ്റ് കഴിഞ്ഞാൽ ദുനിയാവിൽ നമ്മൾ വഷളാവില്ല, നാളെ പരലോകത്ത് ശിക്ഷയും കിട്ടൂല. മറ്റേതോ ശൈത്താന് വിറ്റാലോ ദുനിയാവിലും ഒരു സുഖം ഉണ്ടാവില്ല, നാളെ പരലോകത്ത് പിന്നെ ശിക്ഷയും. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബഷീർക്ക, ഈ ഹദീസിൽ നമുക്ക് വുളൂഇന്റെ ശ്രേഷ്ഠത, വുളൂഇന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിനക്ക് ദിക്ർ ചെല്ലുന്നതിൻ്റെ നേട്ടം, അള്ളാഹുവിനക്ക് ദിക്ർ ചെല്ലുന്നതിൻ്റെ നേട്ടം, അള്ളാഹുവിനക്ക് ഹംദ് ചെയ്യുന്നതിൻ്റെ നേട്ടം, അത് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകും. നാളെ പരലോകത്ത് നമ്മുടെ അമലുകളൊക്കെ തൂക്കുന്ന ഒരു മീസാൻ ഉണ്ട് എന്ന് ഈ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു. നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരും. ഒരു മിനിറ്റ് മീർക്ക, ഒരു കുട്ടീനെ കൂടെ ഞാനൊരു ക്ലാസ്സിലാണ്, അവിടെ ഞാനൊരു കുട്ടീനെ കൂടെ വാങ്ങിയേക്കാം. എത്ര പൈസയായി? ആയിക്കോട്ടെ, ഞാൻ അയച്ചുതരാം, പൈസ അയച്ചുതരാം. വണ്ടിയുടെ അടുത്ത് വെച്ചല്ലോ. വണ്ടിയുടെ അടുത്ത് എണ്ണുണ്ട്, അതുകൊണ്ട് കൊണ്ടു ഷമീർക്കുണ്ടാവാം കേട്ടോ. അപ്പോൾ നിസ്കാരം അത് ദുനിയാവിലും ആഖിറത്തിലും പ്രകാശം നൽകുന്നു. സ്വതക്ക കൊടുത്താൽ അത് ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. നമ്മുടെ ശരീരത്തിന് എപ്പോഴും മുതലിനോട് ഭയങ്കര സ്നേഹമായിരിക്കും, അല്ലേ? സമ്പത്തിനോട് ഭയങ്കര ആഗ്രഹമായിരിക്കും. അങ്ങനെ അത് നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഈമാൻ്റെ തെളിവാണ്. ക്ഷമ,
അത് ക്ഷമിക്കുന്നവർക്ക് വലിയ അനുഗ്രഹം ചെയ്യും. ക്ഷമിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന കണക്കറ്റ അളവറ്റ പ്രതിഫലം കിട്ടും. പിന്നെ ഖുർആൻ കൊണ്ട് നമ്മൾ പഠിക്കണം, അർത്ഥം ചോദനം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പം നമുക്കത് ഗുണമായി വരും. ഖുർആനെ നമ്മൾ കളവാക്കരുത്. ഖുർആൻ കൊണ്ട് നമ്മൾ പഴച്ചു പോവുകയും ചെയ്യരുത്. ഖുർആനെ നിഷേധിക്കരുത്. അങ്ങനെ പഴച്ചു പോയാൽ ഖുർആൻ നമുക്ക് എതിരാവും. അപ്പോൾ ഖുർആൻ അതനുസരിച്ച് നമ്മൾ ജീവിക്കുക, ഓതുക, അർത്ഥം ചിന്തിച്ച് ഓതുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്വാലിഹായ അമൽ നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത പറയട്ടെ. ആലാഉല്ലാഹി വ നിഅമുഹു അലാ ഇബാദിഹി. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ അടിമകൾക്ക് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കുറച്ച് വലിയ ഹദീസാട്ടോ, അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണേ. 2 പേജുണ്ട് ഈ ഹദീസ്. عن أبي ذر الغفاري رضي الله عنه عن النبي صلى الله عليه وسلم فيما يروي عن ربه عز وجل. നബിതങ്ങൾ റബ്ബിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു. അതായത് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ പറയുന്നു. ഖുദ്സിയായ ഹദീസ് എന്ന് അതിന് പറയാം. നമ്മളിപ്പോൾ ഇത്രയും ഹദീസുകളൊക്കെ പറഞ്ഞത് നബിതങ്ങൾ പറയുന്നു എന്നാണ്. ഒരു സ്വഹാബി പറയാണ് നബിതങ്ങൾ ഇന്നത് പറഞ്ഞു. ഇത് സ്വഹാബി പറയാണ്, നബിതങ്ങൾ പറയാണ്, അള്ളാഹു പറയുന്നു എന്നാണ്. ഖുദ്സിയായ ഹദീസ് ആണ്. അന്നഹു ഖാൽ, പടച്ചവൻ പറയുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ, ഞാൻ അക്രമം ചെയ്യലിനെ ഹറാമാക്കിയിരിക്കുന്നു, അലാ നഫ്സി, എൻ്റെ ശരീരത്തിൻ്റെ മേൽ ഞാൻ അക്രമം കാണിക്കുകയില്ല. ഞാൻ നീതി കാണിക്കുന്നവനാണ്, ദുൽമ കാണിക്കുന്നവനല്ല. വജഅൽതുഹു ബൈനക്കും മുഹറമൻ, ഞാൻ അത് നിങ്ങൾക്കിടയിലും ഹറാമാക്കുന്നു. അതുകൊണ്ട് ഫലാ തളാലമു, നിങ്ങൾ പരസ്പരം അക്രമിക്കരുത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുൽമ കാണിക്കരുത്. ഞാൻ ദുൽമ കാണിക്കൂല, അതുപോലെ നിങ്ങളും ദുൽമ കാണിക്കരുത്. നിങ്ങൾക്ക് ദുൽമ കാണിക്കൽ ഹറാമാണ്. ഓക്കെ അല്ലേ? ശരിക്ക യാ ഇബാദി, സ്നേഹത്തോടെ വിളിക്കണോ നിങ്ങൾ? എൻ്റെ അടിമകളെ, കുല്ലുക്കും, നിങ്ങളെല്ലാവരും, ളാല്ലുൻ, പിഴച്ചവരാണ്, ഇല്ലാ മൻ ഹദൈതഹു, ഞാൻ ഹിദായത്ത് നൽകിയവൻ ഒഴികെ. ഞാൻ ഹിദായത്ത് നൽകിയാലല്ലാതെ നിങ്ങൾ ഒരാൾക്കും ഹിദായത്ത് കിട്ടൂല. അതുകൊണ്ട് ഫസ്തഹ്ദൂനി, നിങ്ങൾ എന്നോട് ഹിദായത്ത് തേടൂ. അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്കും ഹിദായത്ത് നൽകും. നിങ്ങൾ എന്നോട് ഹിദായത്ത് തേടൂ, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകും. യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും, നിങ്ങളെല്ലാവരും, ജാഇഉൻ, വിശക്കുന്നവരാണ്, ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം കഴിപ്പിക്കുന്നവനൊഴികെ. ഞാൻ ഭക്ഷണം കഴിപ്പിക്കുന്നവനൊഴികെ. അതുകൊണ്ട് ഫസ്തത്വഇമൂനി, നിങ്ങളെന്നോട് ഭക്ഷണം കഴിപ്പിക്കാൻ തേടൂ. ഉത്ഇംകും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകും.
അള്ളാഹിനോട് ചോദിക്കുക, പഠിച്ചോനെ എനിക്ക് ഭക്ഷണം കൊണ്ടാ, ഹിദായത്ത് കൊണ്ടാ, അത് തരും. ആരാ പറയുന്ന? അള്ളാഹു പറയാണ്. യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ആരിൻ, നിങ്ങളെല്ലാവരും നഗ്നരാണ്, വസ്ത്രമില്ലാത്തവരാണ്. ഇല്ലാമൻ കസൗതുഹു, ഞാൻ ധരിപ്പിക്കുന്നവനൊഴികെ, ഞാൻ ധരിപ്പിക്കുന്നവനൊഴികെ. അതുകൊണ്ട് ഫസ്തക്സൂനി, നിങ്ങൾ എന്നോട് വസ്ത്രം ധരിപ്പിക്കാൻ തേടൂ. അക്സുക്കും, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം ധരിപ്പിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എൻ്റെ കുട്ടികളെ എന്ന് വിളിക്കൂലേ, അതേപോലെ എൻ്റെ മക്കളെ എന്ന് വിളിക്കണ പോലെ എൻ്റെ അടിമകളെ. അള്ളാഹുവിൻ്റെ നമ്മളോടുള്ള സ്നേഹം നോക്ക്. നമ്മൾ ചോദിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായി അള്ളാഹുവിന് മുമ്പിലുണ്ട് ഇറക്കി വെച്ച് നോക്ക്. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പറയും, കിട്ടും. അള്ളാഹു പറഞ്ഞതല്ലേ, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നക്കും നിങ്ങൾ, തുഖ്തിഊന, നിങ്ങൾ പിഴവ് ചെയ്യുന്നു, ബില്ലൈലി വന്നഹാരി, രാത്രിയിലും പകലും നിങ്ങൾ പിഴക്കുന്നു, കുറ്റങ്ങൾ ചെയ്യുന്നു. വ അന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ എല്ലാ പാപങ്ങളും പൊറുത്തു നൽകുന്നവനാണ്. ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടൂ. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു നൽകും. രാപ്പകലുകൾ നിങ്ങൾ ദോഷം ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാ പാപങ്ങളും പൊറുത്തു നൽകുന്നവനാണ്. നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടൂ, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു നൽകും. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാം. ക്ലിയർ അല്ലേ? യെസ്. യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലൻ തബ്ലുഗൂ ദുർരി, എനിക്ക് പ്രയാസമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഫതളുറൂനി, അങ്ങനെ നിങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, ആ ഒരവസ്ഥ ഉണ്ടാകൂല. വലൻ തബ്ലുഗൂ നഫ്ഇ, നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്യുന്നവനുമല്ല. ഫതൻഫഊനി, നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ആവുകയുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? എനിക്ക് ഉപകാരം ചെയ്യുക, അത് നിങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. നിങ്ങൾക്ക് എന്നെ പ്രയാസപ്പെടുത്താനോ എനിക്ക് ഉപകാരം ചെയ്യാനോ കഴിയില്ല. അപ്പോൾ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെയാണ് പ്രയാസമാവുക. എനിക്ക് ഉപകാരമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് അത് ഉപകാരവും ഉണ്ടാവുക. അള്ളാഹനെ അടങ്ങേറാക്കുക, അത് നടക്കും. അള്ളാഹ്ക്ക് ഇപ്പോൾ കുറച്ച് കിട്ടുമല്ലോ, നിങ്ങളൊക്കെ നിസ്കരിച്ചാൽ കുറച്ച് ഗുണം കിട്ടുമല്ലോ. എന്ത് ഗുണം? അങ്ങനെ അള്ളാഹുവിനിക്ക് ഗുണം ചെയ്യാനോ അള്ളാഹുവിനിക്ക് ഉപദ്രവം ചെയ്യാനോ സാധിക്കുകയില്ല. അങ്ങനെ അത് തെറ്റ് ചെയ്തിട്ട് ഉപദ്രവം ചെയ്യാം. തെറ്റ് ചെയ്താൽ നമുക്ക് തന്നെ കിട്ടും. അതിൻ്റെ കുറവുകളും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാകും. ഉപകാരം ചെയ്താലോ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിസ്കാരം ഒന്നൊന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാൽ അതിൻ്റെ ഉപകാരം നമുക്ക് തന്നെയാണ്. അള്ളാഹു എനിക്കെന്താ? ഓക്കെ അല്ലേ? റാഷിദ് എവിടുന്ന ക്ലാസ് കേൾക്കുന്നത്? റൂമിൽ നിന്നാണ്? റൂമുണ്ട്, അതായത് ഓരോരുത്തർക്കും ഓരോ റൂമാ? ആ ആ അതാ സീനിയർ റാഗ് ചെയ്യുന്ന ആളുകളാണ്.
ആ ഞാൻ വെറുതെ തമാശ വെച്ച. വേറെ ആളുകളുണ്ടോ? നിങ്ങൾ താമസിക്കുന്നിടത്ത് വേറെ ആളുകളുണ്ടോ? ഒരു അവര് ഈ ക്ലാസ് ബുദ്ധിമുട്ടാവലുണ്ട് അവർക്ക്, ക്ലാസ്സിന്റെ സമയം ഇല്ല. ആ ഓക്കെ ഓക്കെ. നമ്മളാളുകൾ തന്നെയാണോ അതോ മറ്റ് സഹോദരങ്ങളാണോ? ഓക്കെ, അപ്പൊ നോക്കാം. യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും, നിങ്ങളിലെ ആദ്യത്തെ ആളുകൾ, വ ആഖിറക്കും, നിങ്ങളുടെ അവസാനത്തെ ആളുകളും, അത് നിങ്ങളെല്ലാവരും നടത്തും. നിങ്ങളിൽ ഒന്നാമതുള്ള ആളും നിങ്ങളിൽ അവസാനമുള്ള ആളും, അതായത് നിങ്ങൾ മുഴുവനും, വ ഇൻസക്കും, നിങ്ങളിലെ മനുഷ്യരും, വ ജിന്നക്കും, നിങ്ങളിലെ ഭൂതങ്ങളും ജിന്നുകളും, കാനൂ, അവർ എല്ലാവരും ആയിരിക്കുന്നു, അല അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഹൃദയശുദ്ധിയുള്ള ഒരാളുടെ മേലായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഭയങ്കര ടോപ്പായിരിക്കും. ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്ന, ഹൃദയത്തെ ശുദ്ധിയാക്കുന്ന ആളുകളായി മാറി നിങ്ങളെല്ലാവരും. എന്നാൽ മാസാദാലിക്ക, അത് വർധനവ് നൽകുകയില്ല, ഫീ മുൽക്കി, എൻ്റെ അധികാരത്തിൽ, ഷൈഅൻ, ഒന്നിനെയും വർദ്ധിപ്പിക്കൂല. നമ്മളിപ്പോൾ ഒന്ന് നന്നായി, എല്ലാവരും കൂട്ടത്തിൽ ആ നാട്ടുകാർ മുഴുവനും നന്നായി. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ അധികാരം കുറച്ച് കൂടുമോ? ഇല്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ. ഇനി നേരെ ഓപ്പോസിറ്റ്, നേരത്തെ ഏറ്റവും നല്ല ഹൃദയമുള്ള ആളാണ്. നിങ്ങൾ മുഴുവനും ഏറ്റവും മോശപ്പെട്ട ഒരാളായി മാറി, ഏറ്റവും തമ്മാടിത്തം കാണിക്കുന്ന ഒരാളായി മാറി. എന്നാലോ മാനഖസദാലിക, അത് ചുരുക്കുകയില്ല, മിൻ മുൽക്കി, എൻ്റെ അധികാരത്തിൽ നിന്ന്, എൻ്റെ പവറിൽ നിന്ന് ചുരുക്കൂല, ഷൈഅൻ, ഒന്നിനെയും ചുരുക്കൂല. നിങ്ങളെല്ലാവരും മോശപ്പെട്ടവേ, അപ്പം എൻ്റെ പവർ കുറയില്ല. നിങ്ങളെല്ലാവരും നന്നായി, എൻ്റെ പവർ കൂടൂല. ക്ലിയർ അല്ലേ? യെസ് ബഷീർക്ക, ഓക്കെ അല്ലേ? ഇനി യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, ഖാമു, അവരെല്ലാവരും, നിങ്ങളെല്ലാവരും എഴുന്നേറ്റു നിന്നു, ഫീ സഈദിൻ വാഹിദിൻ, ഒരു പ്രദേശത്ത് നിങ്ങളെല്ലാവരും എഴുന്നേറ്റു നിന്നു. എന്നിട്ട് ഫസഅലൂ, അവർ ചോദിച്ചു, നീ എന്നോട് ചോദിച്ചു, ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾ ചോദിച്ചു. ഞാനൊന്ന് ചോദിച്ചു, റാഷിദ് ഒന്ന് ചോദിച്ചു, ബഷീർക്കൊന്ന് ചോദിച്ചു. അങ്ങനെ ഫഅഅ്തയ്തു, ഞാൻ നൽകി, കുല്ല ഇൻസാനിൻ, എല്ലാ മനുഷ്യർക്കും, മസ്അലത്തഹു, അവൻ ചോദിച്ച ഒന്നിനെ നൽകി. ഞാൻ ചോദിച്ചത് ഒരു വിഷയമാണ്, അതെനിക്ക് കിട്ടി. അങ്ങനെ ഓരോരുത്തർ ചോദിച്ചത് ഓരോരുത്തർക്കും കിട്ടി. പറയട്ടെ, മാനഖസദാലിക, അത് ചുരുക്കുകയില്ല, മിമ്മാ ഇൻദി, എൻ്റെ അടുക്കൽ നിന്ന് ഉള്ള ഒന്നിനെ തൊട്ട് ചുരുക്കൂല, ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യത്തു, ഒരു സൂചി ചുരുക്കുന്നത് പോലെയല്ലാതെ, ഇദാ ഉദ്ഖിലൽ ബഹ്റ, സമുദ്രത്തിൽ ആ സൂചി ഇട്ട് കഴിഞ്ഞാൽ, സമുദ്രത്തിൽ ആ സൂചിയെ പ്രവേശിപ്പിച്ചാൽ, പിന്നെ സൂചി എടുക്കുന്ന സമയത്ത് ആ സമുദ്രത്തിൽ നിന്ന് എത്ര വെള്ളമാണോ അതിലുണ്ടാവുക, അതുപോലെയല്ലാതെ ചുരുക്കൂല.
സമുദ്രത്തെ അപേക്ഷിച്ച് പിന്നെ ആ സൂചിന്ന് മുക്കിയ കിട്ടുന്ന വെള്ളം എത്ര ഉണ്ടാവും? അപ്പോൾ എൻ്റെ അധികാരത്തിൽ നിന്ന്, എൻ്റെ അടുക്കലിൽ നിന്ന് ഒരു കുറവും വരില്ല. നമുക്കൊരു മനസ്സിലാവാനൊരു പിക്ചർ ഇമേജ് ഇട്ട് പറഞ്ഞതാണ്. ക്ലിയർ അല്ലേ? യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅ്മാലുക്കും, തീർച്ചയായും ഇവകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. ഉഹ്സിഹാ ലക്കും, ഞാൻ അതിനെ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ അത് കണക്കാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും എൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. തുമ്മ ഉവഫീക്കും ഇയ്യാഹാ, പിന്നെ ഞാൻ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുകയും ചെയ്യും. നാളെ പരലോകത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നാളെ നിങ്ങൾക്ക് നൽകും. തിന്മകളാണോ നിങ്ങൾ ചെയ്യുന്നത്, അതിനുള്ള അല്ലാഹു നൽകുന്നത് ഞാൻ നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഫമൻ, ഒരാൾ, വജദ ഖൈറൻ, ഒരു നന്മയെ അവൻ എത്തിച്ചു, ഒരു നല്ലത് പ്രവർത്തിക്കാൻ അവൻ അവസരം കിട്ടി, എന്നാൽ ഫൽയഹ്മദില്ലാഹ, അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. വമൻ വജദ ഗൈറ ദാലിക, അതല്ലാത്തത് എത്തിച്ചു, നല്ലതല്ലാത്തൊന്ന് എത്തിച്ചു, എന്നാൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ അവൻ്റെ നഫ്സിനെ മാത്രമേ കുറ്റപ്പെടുത്താവൂ. എന്തോ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അവനത് കിട്ടിയത്. അങ്ങനെയാണ് ചെയ്യാറ്. അവനെ തന്നെ കുറ്റം പറയാൻ പറ്റും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ എല്ലാം കണക്കാക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ചെറിയൊരു സംശയം വരും, ചില ആളുകൾക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം എങ്ങനെ നരകത്തിലിടുക? നേരത്തെ കണക്കാക്കിയതല്ലേ? അതിനുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട്. ഉദാഹരണം പറയാം. ഒരു ക്ലാസ് ടീച്ചർ ആ ക്ലാസ്സിൽ ഒരു പരീക്ഷ നടത്തുകയാണ്. ടീച്ചറിനറിയാം ഈ ക്ലാസ്സിൽ ആരെല്ലാം വിജയിക്കും, ആരെല്ലാം പരാജയപ്പെടുമെന്ന്. ടീച്ചറിനറിയാം. പക്ഷെ പരീക്ഷ ടീച്ചർ നടത്തുന്നുണ്ട്. ഓരോരുത്തർക്കും നൽകുന്ന ചോദ്യപേപ്പർ നൽകുന്നു, ഉത്തരപേപ്പർ നൽകുന്നു, ചോദ്യം വായിക്കാനുള്ള സമയം നൽകുന്നു, ഉത്തരം എഴുതാനുള്ള സമയം നൽകുന്നു. ചോയ്സ് എല്ലാവർക്കും തുല്യമാണ്. ഉത്തരം എഴുതിയവർ വിജയിച്ചു, എഴുതാത്തവർ പരാജയപ്പെട്ടു. നോക്കുമ്പോൾ ഇത് ടീച്ചർ നേരത്തെ മനസ്സിലാക്കിയ ആ തുല്യമാണ്. ഇനി മറ്റൊന്ന് പറയാം. ചില സെയിൽസ്മാൻ, കച്ചവടക്കാർ, അവർക്കറിയാം മീനൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അല്ലേ, ഐക്കോറൊക്കെ എന്താ വില? 600. അതിനെന്താ വില? 400. പുതിയാപ്പിളക്കോരാൻ എന്താ വില? 550. ആവോലി 350. അവസാനം എന്നാ ഒരു 50 ഉറുപ്പ്യക്ക് മത്തിൻ്റെ എടുത്താ. ഇങ്ങനെ മറ്റാൾ മത്തിയോടെ കൊഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അയാൾക്കറിയാം ഇവൻ ഏതാ വാങ്ങുക. അതിൻ്റെ അർത്ഥം ആ നേരത്തെ അറിഞ്ഞതുകൊണ്ട് ഇവൻ മത്തി വാങ്ങിയതാണോ? അല്ല, ഇവൻ ഇതേ ചോയ്സ് ചെയ്യുള്ളൂ. ഇവന് പല പല ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതൊന്നും ചോയ്സ് ചെയ്യാതെ ഇത് ചെയ്തു. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ചില സെയിൽസ്മാൻമാർക്ക് കണ്ടില്ലേ, എല്ലാം വലിച്ചിടിപ്പിക്കും. എന്നിട്ട് ഇത് ചിലപ്പോൾ ആദ്യം കണ്ടതായിരിക്കും ഈ പെണ്ണ് പിന്നെ എടുക്കുക. കുറേ വലിച്ചെടുക്കുക. അതെടുക്ക്, ആ മെറൂൺ എടുക്ക്, ആ ചാണകപ്പച്ചെടുക്ക്, ഇതെടുത്ത്, മറ്റേ എടുക്ക്, മറിച്ചെടുക്ക്, ഇങ്ങനെ പറഞ്ഞൊക്കെ വലിച്ചെടുക്കും. അവസാനം പിന്നെ ആദ്യം കണ്ടതിന്
അപ്പോൾ ഇപ്പം പറയാം എനിക്കറിയാം നിങ്ങൾ ഇതേ എടുക്കുകയെന്ന്. പക്ഷെ അതിൻ്റെ അർത്ഥം അത് മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ എന്നല്ല, എല്ലാം കാണിച്ചു കൊടുത്തു, ചോയ്സ് കൊടുത്തു. ഇങ്ങനെയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കണക്കാക്കിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ചോയ്സും നൽകിയിട്ടുണ്ട്. അപ്പം 2 ടീമാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, എല്ലാം മനുഷ്യന്മാരാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകൾ, മനുഷ്യന്മാരുടെ പണികൾ പ്രവർത്തനങ്ങൾ മനുഷ്യന്മാരാണ് പടക്കുന്നത്, അവർ കുറച്ച് കൂടിപ്പോയി. മറ്റേത് മനുഷ്യന്മാരൊന്നും ഇല്ല, മനുഷ്യനൊരു ചോയ്സും ഇല്ല, എല്ലാം അള്ളാഹു കണക്കാക്കിയതാണ്. അതും കുറച്ച് അള്ളാഹനെ നന്നാക്കിപ്പോയി. അപ്പോൾ ഇസ്ലാം അഹ്ലുൽ സുന്നത്ത് രണ്ടിൻ്റെയും ഇടയിൽ മനുഷ്യന്മാരുടെ പ്രവർത്തനം അതുപോലെ അള്ളാഹുവിൻ്റെ കണക്ക് പ്രകാരമാണ് നടക്കുന്നത്. അള്ളാഹുവാണ് അതിലേക്ക് കഴിവ് നൽകുന്നത്. ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ നമ്മുടെ കൈ ചലിപ്പിക്കാൻ അതിന് ശേഷി നൽകുന്ന അള്ളാഹുവാണ്. മദ്യം സേവിക്കാനും ശേഷി നൽകുന്നത് അള്ളാഹുവാണ്. ചോയ്സ് എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം മീഡിയം, എല്ലാത്തിലൊരു മീഡിയം ലെവൽ, ഉമ്മത്തൻ വസത്തൻ, ഒരു മീഡിയം ലെവൽ സമൂഹമാണ് നമ്മൾ. എന്താ വരുത്? കടും പിടുത്തം പിടിക്കരുത്, എന്നാൽ തീരെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും. പാരൻറ്റിങ്ങിൽ 2 പാരൻറ്റിങ് പറയണം. ഹെലികോപ്റ്റർ പാരൻറ്റിങ് അല്ലേ? പിന്നെ ഹെലികോപ്റ്റർ പാരൻറ്റിങ് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും കുട്ടികളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ. അവിടെ പോയി, എപ്പോൾ പോയി, എങ്ങനെ പോയി, ആരൊപ്പം ഉണ്ടാകുന്നു, എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരു സമാധാനം കൊടുക്കുക. അതും ചെയ്യരുത്. പിന്നെയോ, കുട്ടികളല്ലേ തോന്നിയ പോലെ നടക്കട്ടെ. ഇല്ല ഞാൻ എൻ്റെ കുട്ടിക്ക് എല്ലാ ഫ്രീഡവും കൊടുത്തിട്ടുണ്ട്, എല്ലാ ഫ്രീഡം എൻ്റെ കുട്ടിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിലഭിമാനം കൊള്ളുന്ന പാരൻസ്, അതും പാടില്ല. പിന്നെന്തുവാണ്? ഒരു ബൈന ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിശോധിക്കുകയും. അപ്പോഴാണ് ഒരു മീഡിയം ലെവൽ, എല്ലാത്തിലും അങ്ങനെ തന്നെ ഒരു മീഡിയം ലെവലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം അതുള്ള റിപ്പോർട്ട്. ക്ലിയർ അല്ലേ? ശരിക? യെസ്. ഖുദ്സിയായ ഹദീസ് എന്നാണ് ഇതിൽ പറയുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്, അള്ളാഹുവിൻ്റെ സ്നേഹം വിശാലമാണ്, അള്ളാഹു കാരുണ്യം ചെയ്യുന്നത് വിശാലമാണ്. എവിടെ വിളിച്ച് നേരത്തെ പറഞ്ഞില്ല നമ്മൾ, യാ ഇബാദി, എൻ്റെ മക്കളെ, എൻ്റെ അടിമകളെ. അള്ളാഹു നീതിമാനാണ്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യണം? നീതി കാണിക്കണം. നമ്മളും മറ്റുള്ളവർക്ക് ദുൽമ ചെയ്യണം. അതുപോലെ അള്ളാഹുവിനെ നമ്മളെപ്പോഴും അനുസരിച്ച് എല്ലാ വിഷയത്തിലും അള്ളാഹുവിൽ നമ്മൾ അഭയം പ്രാപിക്കണം. എന്തുണ്ടെങ്കിലും അള്ളാഹുവിന് ചോദിക്കണം. എന്ത് പ്രയാസം നീങ്ങിപ്പോകാനും അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടണം. എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് വരുത്തിഷ്ടാണ്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലോ? തെറ്റ് സംഭവിച്ചേക്കാം, സ്വാഭാവികമാണ്. അപ്പം അവർക്ക് തൗബയുണ്ട്, പൊറുക്കലിനെ തടഞ്ഞുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, തൗബ ചെയ്യാം. മറ്റൊന്ന്, അള്ളാഹുവിനെല്ലാം അധികാരപ്പെട്ടതാ. അള്ളാഹുവിൻ്റെ അധികാരം പൂർണ്ണമാണ്. ഇനി നമ്മൾ കൊടുത്തിട്ട് വേണ്ട, നമ്മൾ എന്തെങ്കിലും ഉപകാരം കൊടുത്തിട്ട് വേണ്ട, നമ്മളെന്തെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ട് വേണ്ട. നമ്മളെന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് നമുക്ക് വലിയ ഇതുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അള്ളാഹുവിനക്ക് അതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. ആർക്കേ കിട്ടാനുള്ളൂ? നമുക്കേ കിട്ടാനുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം.
നല്ല കാര്യങ്ങൾ, നന്മകൾ ചെയ്യണം. അതുപോലെ മഅസിയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഹൃദയം നല്ല ശുദ്ധി ഉണ്ടാവണം. അപ്പം മനസ്സ് നന്നായാൽ, ഹൃദയത്തിൽ തഖ്വയുണ്ടെങ്കിൽ നമ്മുടെ അവയവത്തിലും അങ്ങനെ ഉണ്ടാവും. മനസ്സിൽ തഖ്വല്ലേ, നമ്മുടെ അവയവങ്ങളിലും എന്തുണ്ടാവില്ല? തഖ്വ ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയുമാണ് ഹദീസിലുള്ള പാഠങ്ങൾ. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ശരിക ഓക്കെ അല്ലേ?